ഹായ് കുട്ടികളെ, നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഫിസിക്കൽ കെമിസ്ട്രി 2 എന്ന് പറയുന്ന പേപ്പറിൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റി നമുക്ക് പഠിക്കാം. ഇത് യൂണിറ്റ് നമ്പർ 2 ആയിട്ടാണ് ഇത് വരുന്നത്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വേറൊരു പ്രത്യേകത യൂണിറ്റ് 2ഉം യൂണിറ്റ് 3ഉം തെർമോഡൈനാമിക്സ് തന്നെയാണ്. നിങ്ങൾ പണ്ട് +1 പഠിക്കുന്ന സമയത്ത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിനൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ചില കുട്ടികൾക്ക് ഇത് വളരെ ഈസിയാണ്, ചില കുട്ടികൾക്ക് ഇത് വളരെ ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതുവരെ നമ്മൾ പഠിച്ചിരുന്ന സെമസ്റ്ററുകൾ വെച്ചിട്ട് ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു കണ്ടിന്യൂസ് ചാപ്റ്ററാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ബേസിക് ടേം മുതൽ നിങ്ങൾ ലാസ്റ്റ് വരെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ രണ്ടാമത്തെ യൂണിറ്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ബേസിക് ടേമുകൾ വളരെ സിമ്പിളായിരിക്കും, പക്ഷെ നമ്മളത് വായിച്ച് അത് നമ്മളെ മനസ്സിലത് ഉൾക്കൊള്ളിക്കണം. പ്രത്യേകിച്ച് +1 ഈ ചാപ്റ്റർ ടഫുള്ള ആൾക്കാർ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഈ ചാപ്റ്ററിനെ പറ്റി ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. തെർമോഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നന്നായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പേരിൽ തന്നെ നമുക്ക് തെർമോഡൈനാമിക്സിൻ്റെ മീനിങ് ഉൾക്കൊണ്ടിട്ടുണ്ട്. തെർമോ എന്ന് പറഞ്ഞാൽ ഹീറ്റും ഡൈനാം എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. അങ്ങനെയാണ് തെർമോഡൈനാമിക്സിൻ്റെ ഒരു മീനിങ് ഹീറ്റ് ചേഞ്ച് എന്നാണ് തെർമോഡൈനാമിക്സിൻ്റെ മീനിങ് വരിക. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഏതൊരു റിയാക്ഷൻ നടക്കുകയാണെങ്കിലും അവിടെ ഒരു ഹീറ്റിൽ ചേഞ്ച് ഉണ്ടാവും. അതായത് ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹീറ്റിനെ റിലീസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഹീറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. തെർമോഡൈനാമിക്സിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി ഈസ് കോൾഡ് തെർമോഡൈനാമിക്സ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന കുറേ ലോസ് ഉണ്ട്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി ലോ ഇല്ല കേട്ടോ. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരെയുള്ള 4 ലോസുകളാണുള്ളത്. ഈ ലോസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. ഈ ലോസൊക്കെ ഹ്യൂമൻ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്നും അല്ലാതെ ഇതൊന്നും ഡെറൈവ് ചെയ്ത് ഇക്വേഷനൊക്കെ ഡെറൈവ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ബ്രാഞ്ചല്ല എന്നുകൂടെ നിങ്ങൾ ഓർമ്മിക്കുക. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നിങ്ങൾ ഇതുവരെ ഡിഗ്രിക്ക് വന്നതിന് ശേഷം ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾ ഈ സെമസ്റ്റർ മുതലാണ് പഠിക്കുന്നത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഏത് ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോഴും അവിടെ തെർമോഡൈനാമിക്സ് കാണാറുണ്ട്. അതായത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഫേസ് റൂള്, റോൾസ് ലോ, ലോസ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം, ഇങ്ങനെ പറയുന്ന പല ഇക്വേഷൻസും പല ലോകളും ഡെറൈവ് ചെയ്തത് തെർമോഡൈനാമിക്സിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണെന്ന് നിങ്ങൾ ഓർമ്മിക്കണം. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഈ നേരത്തെ മുകളിൽ പറഞ്ഞത് കൂടാതെ ഒരു കെമിക്കൽ റിയാക്ഷൻ സ്പോണ്ടാനിയസ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു കെമിക്കൽ റിയാക്ഷൻ സ്പോണ്ടാനിയസ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ട് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമില്ലാതെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ സ്പോണ്ടാനിയസ് റിയാക്ഷൻ എന്ന് പറയാം. അങ്ങനെ ഒരു റിയാക്ഷൻ സ്പോണ്ടാനിയസ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില റിയാക്ഷൻസ് സ്പോണ്ടാനിയസ് ആവണമെന്നില്ല, പക്ഷേ നമ്മൾ ചില കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കെമിക്കൽ റിയാക്ഷൻ എന്തായിട്ട് വരും? സ്പോണ്ടാനിയസ് ആയിട്ട് വരും. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ സ്പോണ്ടാനിയസ് ആണോ അല്ലയോ, അല്ലെങ്കിൽ ആ സ്പോണ്ടാനിയസ് ആക്കാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ ആ റിയാക്ഷൻ പോസിബിൾ ആണോ അല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും തെർമോഡൈനാമിക്സിൽ നമുക്ക് സാധിക്കും. പക്ഷേ ഇത് നമ്മൾ കൈനറ്റിക്സിലൊക്കെ പഠിക്കുന്നത് പോലെ ഒരു കെമിക്കൽ റിയാക്ഷൻ എത്ര വേഗത്തിൽ നടക്കും, അതിന് റേറ്റ് എത്രയാണ് എന്നീ കാര്യങ്ങളൊന്നും നമുക്ക് തെർമോഡൈനാമിക്സിൽ പറയാൻ പറ്റില്ല. അത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മൾ പൊതുവെ പഠിക്കുക. പിന്നെ ഒരു പ്രത്യേകത തെർമോഡൈനാമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു മാറ്റർ ഇൻ ബൾക്ക്, നോട്ട് ഇൻഡിവിജ്വൽ ആറ്റം ഓർ മോളിക്യൂൾ. അതായത് മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുക. അതായത് ബൾക്ക് ക്വാണ്ടിറ്റിയെ പറ്റിയിട്ടാണ് പഠിക്കുക. അതായത് നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നിങ്ങനെയുള്ള ചാപ്റ്ററിലൊക്കെ നമ്മൾ ആറ്റംസ്, മോളിക്യൂള്, ഇലക്ട്രോണ്, പ്രോട്ടോണ്, ഇതിനൊക്കെ മൈക്രോസ്കോപ്പിക് ആയ സാധനങ്ങൾ പ്രോപ്പർട്ടിയാണ് നമ്മൾ സാധാരണ രീതിയിൽ പഠിക്കുക. നേരം ഇതിൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും
കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുക ബൾക്ക് പ്രോപ്പർട്ടിയെ പറ്റി മാത്രമായിരിക്കും. ഈ തെർമോഡൈനാമിക്സ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഫസ്റ്റിൽ നമ്മളിതിലുള്ള കുറേ ടേംസുകൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ആ ടേംസുകൾ അറിയാതെ നമ്മൾ ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ മനസ്സിലാവാതെ പോകും. അതുകൊണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫസ്റ്റ് ഭാഗത്ത് തന്നെ തെർമോഡൈനാമിക്സ് നിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടേംസുകൾ നോക്കാം. അതിലൊന്നാമത്തത് സിസ്റ്റം, രണ്ടാമത്തത് സറൗണ്ടിങ്സ്, മൂന്നാമത്തത് ബൗണ്ടറി. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് വിച്ച് ഈസ് സെലക്റ്റഡ് ഫോർ തെർമോഡൈനാമിക് സ്റ്റഡി. അതിൻ്റെ മീനിങ്, നമ്മൾ തെർമോഡൈനാമിക്സിൽ എന്താണോ പഠിക്കാൻ പോകുന്നത്, എന്തിനെ പറ്റിയാണോ പഠിക്കുന്നത്, അതിൻ്റെ പേരാണ് സിസ്റ്റം. നിങ്ങളൊരു പെന്നിനെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ ആ പെന്നിൻ്റെ പേരാണ് തെർമോഡൈനാമിക്സിലെ സിസ്റ്റം. നിങ്ങളൊരു മൊബൈൽ ഫോണിനെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ ആ മൊബൈൽ ഫോണിൻ്റെ പേരാണ് സിസ്റ്റം. നമ്മൾ എന്തിനെപ്പറ്റി പഠിക്കുന്നോ അതിനെ നമ്മൾ സിസ്റ്റം എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് സറൗണ്ടിങ്സ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് അതർ ദാൻ ദി സിസ്റ്റം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ യൂണിവേഴ്സിലുള്ള സിസ്റ്റം ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സറൗണ്ടിങ്സ്. അതുകൊണ്ട് തെർമോഡൈനാമിക്സ് പ്രകാരം യൂണിവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ് ആണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. ആ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിനെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ ആ വെള്ളത്തിനെ നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കും. ആ ഗ്ലാസ്സിന് ചുറ്റുമുള്ള എയറിനെയാണ്, അല്ലെങ്കിൽ ചുറ്റുമുള്ള ഇതിനെയാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് വിളിക്കുക. ആ ഗ്ലാസ്സിലെ വെള്ളത്തിനെയും അതേപോലെ തന്നെ സറൗണ്ടിങ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ആ ഗ്ലാസ് ആണല്ലോ. ആ ഗ്ലാസ്സിനെയാണ് നമ്മൾ ബൗണ്ടറി എന്ന് വിളിക്കുക. നമ്മളിരിക്കുന്ന ക്ലാസ് റൂമിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലുള്ളത് സിസ്റ്റവും പുറത്തുള്ളത് സറൗണ്ടിങ്സും, അതിൻ്റെ ആ ചുമരുകളെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ബൗണ്ടറി എന്ന് വിളിക്കുക. അടുത്തായിട്ട് നമ്മൾ ഈ പറയുന്ന സിസ്റ്റത്തിനെ പറ്റിയിട്ടാണല്ലോ നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്നത്. അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. System can be classified into 3 types. That is, number 1, open system, number 2, closed system, number 3, isolated system. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേമുകളായിരിക്കും ഈ 3 ടേമും എന്ന് എനിക്കറിയാം. എങ്കിൽ കൂടി നമുക്ക് അത് ഒന്ന് പഠിക്കാം. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് എനർജി ആസ് വെൽ ആസ് മാറ്റർ വിത്ത് ദി സറൗണ്ടിങ്സ്. ഇതിനാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് എനർജി നോട്ട് മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സ് ഈസ് കോൾഡ് ക്ലോസ്ഡ് സിസ്റ്റം. നെക്സ്റ്റ്, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് നെയ്തർ എനർജി നോർ മാറ്റർ വിത്ത് ദ സറൗണ്ടിങ്സ് ഈസ് കോൾഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീ പ്ലേസ്ഡ് ഇൻ എ ഓപ്പൺ വെസൽ, അതേപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സ്, അതേപോലെ തന്നെ ഫ്ലൈയിങ് ബേർഡ്, ഇതൊക്കെ ഓപ്പൺ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഓപ്പൺ സിസ്റ്റത്തിന് എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്ന ടീ പ്ലേസ്ഡ് ഇൻ എ ഓപ്പൺ വെസൽ. എങ്ങനെയാണ് അത് ഓപ്പൺ സിസ്റ്റം ആവുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ഗ്ലാസ്സിൽ വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ചായ ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് ആ ചായയുടെ ടെമ്പറേച്ചർ കുറയും. എന്ന് പറഞ്ഞാൽ ആ ചായയുടെ ഹീറ്റ് സിസ്റ്റത്തിൽ നിന്നും, അതായത് ചായയിൽ നിന്നും സറൗണ്ടിങ്സിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ മുകളിൽ കൂടി കുറച്ച് വേപ്പേഴ്സ് ഒക്കെ പോകുന്നുണ്ടാവുമല്ലോ, അതിനിടെ നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മാറ്ററും എവിടത്തേക്ക് പോകും, സറൗണ്ടിങ്സിൽ പോകും. അപ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഹീറ്റിലും മാറ്ററിലും എക്സ്ചേഞ്ച് നടന്നു. ദെർഫോർ ഇറ്റ് ഈസ് കോൾഡ് ഓപ്പൺ സിസ്റ്റം. ഓക്കെ, അതേപോലെ തന്നെ ഈ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ് കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് മാത്രമല്ല, സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് എക്സ്ചേഞ്ച് ചെയ്താലും അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും, ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കും. പക്ഷേ ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കണമെങ്കിൽ ഹീറ്റും മാറ്ററും രണ്ടും എന്ത് ചെയ്തിരിക്കണം, എക്സ്ചേഞ്ച് ചെയ്തിരിക്കണം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ് ടീ പ്ലേസ്ഡ് ഇൻ എ ഓപ്പൺ ക്ലോസ്ഡ് വെസൽ. സിമ്പിൾ, നമ്മളൊരു ഗ്ലാസ് എടുത്ത് അതിലെന്ത് ഉപയോഗിക്കാം, ചായ ഉണ്ടാവും. ആ ചായയുടെ മുകളിൽ ഒരു ലിഡ് ഉപയോഗിച്ച് നമ്മളത് അതിനെ അടയ്ക്കുക. അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹീറ്റ് കുറയും. നമ്മൾ ചായ എവിടെയെങ്കിലും മൂടി വെച്ചാൽ ഹീറ്റ് കുറയും. പക്ഷെ എന്ത് കുറയില്ല, എന്ത് പോയില്ല, അതിൻ്റെ ഉള്ളിലുള്ള വേപ്പേഴ്സ് പുറത്തേക്ക് പോയില്ലല്ലോ. അപ്പോൾ മാറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ടീ പ്ലേസിനെ ക്ലോസ്ഡ് വെസൽ എന്തിന് എക്സാമ്പിളായിട്ട് വരുന്നത്, ക്ലോസ്ഡ് സിസ്റ്റത്തിന് എക്സാമ്പിളായിട്ട് വരുന്നത്. വേറൊരു എക്സാമ്പിളാണ് എർത്ത്. നമുക്കറിയാം നമ്മൾ ഭൂമി സൂര്യനിലെ രശ്മികളെ ആഗിരണം ചെയ്തിട്ട് ഭൂമിയുടെ ഹീറ്റ് കൂടും. പക്ഷേ നമ്മൾ ഭൂമിയിലുള്ള
ഭൂമിയിൽ നിന്ന് ഒരു മാറ്റർ എവിടത്തേക്ക് പോകുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല. അപ്പം എന്തിൽ എക്സ്ചേഞ്ച് നടന്നു? ഹീറ്റിൽ എക്സ്ചേഞ്ച് നടന്നു. എന്തിൽ എക്സ്ചേഞ്ച് നടന്നിട്ടില്ല? മാറ്ററിൽ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അതുകൊണ്ട് എർത്തും ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ് ഫ്ലാസ്ക്. ഫ്ലാസ്കിൽ നമ്മൾ ചായ വെച്ച് കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവുന്നില്ല, അതിന് ഹീറ്റും പുറത്തേക്ക് പോവില്ല, മാറ്ററും പുറത്തേക്ക് പോവില്ല. അതുകൊണ്ട് ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് ടീ പ്ലേസ്ഡ് ഇൻ എ ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു 3 ഫിഗർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തതിൽ പാത്രത്തിലാണ് ഒരു ചായ തിളപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വേപ്പേഴ്സ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചായയിലെ വെള്ളത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ അതിലെ മാറ്റർ, വെള്ളം സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് നടന്നു. അതുപോലെ തന്നെ എനർജിയിലും എക്സ്ചേഞ്ച് നടക്കും. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഓപ്പൺ സിസ്റ്റം. അപ്പോൾ റൈറ്റിലായിട്ടുള്ളത് ആ ഒരു ചായ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലിഡ് കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മാറ്റർ പുറത്തേക്ക് പോവില്ല, എനർജി മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ. അത് ക്ലോസ്ഡ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. മൂന്നാമതായിട്ട് ഫ്ലാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. എനർജിയും എക്സ്ചേഞ്ച് ചെയ്യില്ല, മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യില്ല. ദർഫോർ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, ബാക്കി ഇതാണ് ഒരു തെർമോഡൈനാമിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.